വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും കൂടിയുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കും. ഭയങ്കര സെറ്റപ്പിലൊന്നുമല്ല, ഇത് തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് മക്കളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റുന്നതാണ്. തീരെ സമയം കുറഞ്ഞ് സിമ്പിളായിട്ട് തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചൂടാകട്ടെ. മുട്ട ഞാനൊരു 4 മുട്ടയെടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിളക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി കുരുമുളക് ഞാൻ കുറച്ചൊന്നിങ്ങനെ സ്പ്രേ ചെയ്തെടുത്തത്. അങ്ങനെ കുറച്ചിങ്ങനെ ഇതാക്കി കൊടുക്കുക. പിന്നെ ബ്രെഡ് ഞാനിങ്ങനെ ഒരു ബ്രെഡ് മുഴുവനായിട്ടില്ല എടുത്ത്, ഒരു ബ്രെഡിനെ ഇങ്ങനെ 2 കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗം ആയി കിട്ടും. സ്ഥലവും വലിയ ഒന്നാകുമ്പോൾ പിന്നെ നല്ല സ്ഥലം വേണ്ട. ചെറിയ പാനും നോക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ കൈ കൊണ്ട് ഇടുന്ന സമയത്ത് കൈ തട്ടിപ്പോവരുത്. കൈ ഇവിടെ ഞാൻ പൊള്ളും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊള്ളൊന്നുമില്ല. എന്നുവെച്ചിട്ട് പറയുന്ന എൻ്റെ കൈ എത്രയോ പ്രാവശ്യം പൊള്ളിക്കും. പക്ഷെ എന്നാലും കുറേ സമയം നമുക്ക് പൊള്ളാണ്ട് നോക്കാൻ പറ്റും, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, തട്ടിപ്പോകരുത്. പാൻ്റെ അകത്തേക്ക് നമ്മൾക്ക് തട്ടിപ്പോകാൻ നോക്കണം. പിന്നെ ശ്രദ്ധിക്കണം, ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ഒരു ഫുള്ളും അല്ല ലോ അല്ലാണ്ടൊരു മീഡിയമായിട്ട് വെച്ചിട്ട് ഇതാക്കിയെടുക്കാം. ബ്രെഡാണ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തിരിച്ചിടുന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴോടെ വെന്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മക്കൾക്കൊക്കെ ഇഷ്ടമാവും. അല്ല, ഇവിടെ മക്കൾക്ക് ഇഷ്ടം. പിന്നെ ഇവരുടെ പേർക്ക് മക്കൾക്കൊന്നും അല്ല ഹസ്ബൻഡ് ഉള്ളി പച്ചമുളകൊന്നും ഇട്ട് ഇതാക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയാണ് ഇഷ്ടം. ഞാനധികം ഇങ്ങനെയാണ്, ഇതാകുമ്പോൾ എളുപ്പമാണ്. നമുക്ക് ചായക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും. അന്നേസായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തന്നെ തിരിച്ചിട്ട് നോക്കിക്കോ, കാരണം അടിയിൽ കരിഞ്ഞു പോകുന്ന എന്താണ് ഒരു ബ്രൗൺ കളറായിരുന്നു. ഇത് കറക്റ്റ് ഈ കളറാവും. ഇതിൽ കുറച്ചുകൂടി ഡാർക്കായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എളുപ്പം ചെയ്യാവുന്ന സംഭവം. പക്ഷെ ഇത് തന്നെ കുറച്ചുകൂടി ടഫായിട്ട് ചെയ്യാം. ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കിയൊക്കെ ചെയ്യാം. 1-2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും അതിനൊന്നുള്ള സമയം ഉണ്ടാവില്ല.
ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ബ്രെഡ് എങ്ങനെ എടുക്കാം നോക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, കൈ പാനിൽ തിളച്ച എണ്ണേൻ്റെ അകത്ത് ഊറ്റി പോകണ്ട. എല്ലാം കയ്യിലായി പോകരുത് കേട്ടോ. കൈയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം മുക്കിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊട്ടൽ പൊട്ടാറുണ്ട്, നമ്മൾ ഓടി രക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം എനിക്ക് ആ അബദ്ധം സംഭവിച്ചാണ്. ഞാനിപ്പോൾ എന്തായാലും കൈ നല്ലോണം തുടച്ച് കളയും. നല്ലോണം ശ്രദ്ധിക്കണം, ഇത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പോകരുത്. കാരണം എപ്പോഴാണ് അടി പിടിച്ചു പോകാമെന്ന് പറയില്ല. പിടിച്ചു പോകല്ല, കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ഈ ബ്രൗൺ കളറാകുമ്പോഴാണ് ഈ ഭംഗി ഉണ്ടാവുക കാണാൻ. നമുക്ക് അടുത്ത ട്രിപ്പിടാം. ശ്രദ്ധിക്കണം കേട്ടോ, ഇതിങ്ങനെ ജോയിൻ്റ് ആയി പോകും. ഇടയ്ക്ക് ജോയിൻ്റ് ആയി പോകുന്ന പറഞ്ഞാൽ സ്പേസ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. സ്പേസ് ഇല്ലെങ്കിൽ ഇട്ട പാടിനാകുമ്പോൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ ജോയിൻ്റ് ആയി. അധികം സ്പേസ് വെച്ചാക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്തിടാം.
എണ്ണ ചൂടാകുന്നതിനനുസരിച്ച് വേവാനാവും. ഞാൻ എടുത്ത ബ്രെഡ് കഴിഞ്ഞിട്ടും ഞാൻ കളിക്ക് വെച്ച മുട്ട ബാലൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഒരു ഓംലേറ്റ് അടിച്ചാൽ പ്ലെയിനായിട്ട്, ഈ പച്ചമുളക് ഒന്നും ഇടാണ്ട് പ്ലെയിനായിട്ട് അടിച്ചാൽ. അപ്പം നമ്മളെ ചായൻ്റെ സ്നാക്ക് റെഡി, ബ്രെഡ് ഓംലെറ്റ് കൂടിയുള്ള റെഡി. അപ്പോൾ ഞാൻ കലക്കി വെച്ച മുട്ട കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് ഇത് വെച്ച് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്. ചായക്ക് നമുക്ക് സുഖമായിട്ട് കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. വലിയ പണിയൊന്നുമില്ല, ഒരുപാട് സാധനമൊന്നും എടുക്കണ്ട. ഓയിൽ വേണം, സൺഫ്ലവർ ആയാലും മതി, സൺഫ്ലവർ ഓയിൽ ഇതാക്കി എടുക്കാം. കൈ ശ്രദ്ധിക്കണം, പറ്റില്ല. ബാലൻസ് ഉണ്ടായിരുന്നു എനിക്ക് മുട്ട, ഞാൻ ഓംലേറ്റ് കൂടിയൊക്കെ വെച്ചു, പക്ഷേ റൗണ്ടായിട്ട് കിട്ടിയില്ല, ഒന്ന് പൊട്ടിപ്പോയി ചേർന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.